നമ്മളിപ്പോൾ കാൽപ്പാടി ഇറങ്ങി വേലൂരായിട്ടാണ് വരുന്നത് കേട്ടോ. വേലൂർ ബസ് സ്റ്റാൻഡാണിത്. KSRTC സ്റ്റാൻഡാണ്. അത്യാവശ്യം നല്ല വലിയ സ്റ്റാൻഡാട്ടോ. നമ്മൾ ഇവിടുന്ന് യാത്ര എടുത്ത് മഹാബലിപുരത്തേക്കാണ്. സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊരു ബിൽഡിംഗ് കേട്ടോ. അതുകൊണ്ടില്ല ഇന്ന് അതിരാവിലെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ബൈക്ക് അത് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ കയറുക കേട്ടോ. ചെറിയൊരു ഹോട്ടല്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പോൾ ഭയങ്കര റേറ്റാണ് ഇവിടെ. കാരണം എന്താ, ഈ ഹോട്ടലിലാണ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു 2 പൂരിക്ക് 65, പിന്നെ അതുപോലെ മസാല ദോശയ്ക്ക് 85. ഇതാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ ഭയങ്കര റേറ്റാണ് ഇവിടെയൊക്കെ. നമ്മൾ അതിരാവിലെ ഇവിടെ നിൽക്കുകയാണ്. ബസ് കാത്ത നിൽക്കുന്നേ ഇവിടെ തന്നെ. ഏതാ റൂട്ട് എങ്ങനെയൊന്നും അറിയില്ല. നോക്കി കയറണേ. അതിരാവിലെ അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ പട്ടീസ് നല്ല വലിയ സ്റ്റാൻഡ് കേട്ടോ. കണ്ടില്ലേ, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതാ ഈ സൈഡിലാണ്, ഈ ഭാഗത്തോട്ടോ കായദൂരം വണ്ടി ഉണ്ടാവും. നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. ബസ്സിൽ കയറിയിട്ടോ. ഒരാളിവിടെ പോകട്ടെ. എന്താ സംഭവം ഒന്നും അറിയില്ല. കണ്ടില്ലേ തിരക്കും കിട്ടും ഇതിലേക്ക്. ഇപ്പോൾ നമ്മൾ ബസ് അത്യാവശ്യം നല്ല തിരക്കായിട്ട് ബസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ സ്റ്റാൻഡിലാണ്. നമ്മൾ ഉടുപ്പിയിൽ നിന്ന് ഇപ്പോൾ കാഞ്ചീപുരം എത്തിയിട്ടോ. കാഞ്ചീപുരം സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. കണ്ടോ, നമ്മൾ മുന്നേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് യാത്ര പോകാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ കിട്ടണം. ഒരുപാട് ഇതുപോലെ പ്രത്യേക ഫ്രൂട്ട്സാണ് ഇവിടെ. എല്ലാ സ്ഥലത്തും ഫ്രൂട്ട്സുകളുണ്ട്. കണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങളൊക്കെ ഉണ്ടില്ലേ. ചുവന്ന പഴം, ഇവിടെ ഇങ്ങനെയാണ് മെയിനായിട്ട് ഇവിടെ കേട്ടോ. മീനൊക്കെ ഉണ്ടല്ലേ, വെറൈറ്റി മീനുകളാണ് ഇവിടെ. തിരക്കുള്ള ഏരിയ കേട്ടോ ഇവിടെ. കണ്ടില്ലേ, റോഡ് സൈഡിലുണ്ട് ക്ഷേത്രം. ക്ഷേത്രമാണ് ഈ കാഞ്ചീപുരത്ത് കൂടുതൽ കേട്ടോ. ഒരു 4-5 ക്ഷേത്രം തന്നെ അടുപ്പിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. മാർക്കറ്റുകൾ, പച്ചക്കറി മാർക്കറ്റാണ് കൂടുതൽ ഈ സൈഡിൽ കേട്ടോ. ഇവിടുന്ന് ഏകദേശം സ്റ്റാൻഡിൽ നിന്നൊരു 2 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് കേട്ടോ. ഈ ഏരിയ മൊത്തം നല്ല തിരക്ക് പിടിച്ച ഏരിയയാണ്. കുറേ പച്ചക്കറി, മീൻ, എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഇവിടെയൊക്കെ.
റൂട്ടുണ്ട്. ചെന്നൈ ഇങ്ങോട്ട് വേലൂർ നേരെ, പിന്നെ നമ്മൾ ചെമ്മൻകോവിൽ ടെമ്പിൾ. ഒരുപാട് തട്ടുകളൊക്കെ കണ്ടില്ലേ, ദോശ, ഇഡ്ഡലി, വെറൈറ്റി സാധനങ്ങളെല്ലാം എല്ലായിടത്തുണ്ട്. ഉച്ച സമയത്തൊക്കെ മെയിനായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ അല്ല ഇവിടെ. വീണ്ടും ഒരു ടെമ്പിൾ. അപ്പോൾ വന്ന വഴിയിൽ തന്നെ ഒരു 4-5 ടെമ്പിളാണ് ഇപ്പോൾ കാണും തന്നെ. മെയിൻ ടെമ്പിളിൻ്റെ അവിടേക്ക് ഏകദേശം 2 കിലോമീറ്റർ കൂടി ഉണ്ട്. പിന്നെ ഈ ഏരിയയിലൊരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു പള്ളിയാണ്. ക്രിസ്ത്യാനികളും ഈ ഏരിയയിൽ അല്ല, മുസ്ലിംസുകളും ഈ ഏരിയയിലുണ്ട് കേട്ടോ. തിരക്ക് ഏകദേശം കൂടി വരികയാണ് കണ്ടോ റോഡിലൊക്കെ ഉണ്ടല്ലേ. നമ്മൾ അമ്പലം ഏകദേശം ആവാറായിട്ടുണ്ട്. ടേണിങ്ങിലായിട്ട് അമ്പലത്തിൻ്റെ ഒരു കവാടം കാണാണ്ട് കേട്ടോ. ഇതല്ലേ കവാടം അല്ലേ? ഇതെല്ലാം ഉണ്ടല്ലേ. ഒരു അമ്പലത്തിൻ്റെ കവാടം കാണാണ്ട് കേട്ടോ. ഉണ്ടല്ലേ റോഡ് സൈഡിൽ തന്നെയാണ്. വേറൊരു അമ്പലമൊക്കെ അവിടുത്തെ എന്ത് വാർത്തയൊക്കെ നടക്കണം കണ്ടില്ലേ. അങ്ങനെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് വേറെ അമ്പലമുണ്ട്. കാണുന്നു അടുത്തൊരു ടെമ്പിൾ കേട്ടോ. ഒരു അത്യാവശ്യം വലിയ ടെമ്പിളാണ്. കാണാത്ത ടെമ്പിൾ കണ്ടില്ലേ. നല്ല തിരക്കുള്ള ഏരിയ ഉണ്ടോ. ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്സ് ഐറ്റംസുകൾ. വളയൊന്നുമില്ലല്ലേ. പിന്നെ ഇവിടെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഇവിടെയൊക്കെ. നമ്മൾ നടന്നപ്പോൾ കണ്ടില്ലേ ഒരു ശിവൻ്റെ ഇത് കണ്ടില്ലേ, ടെമ്പിള്. കവാടത്തിൻ്റെ മേലെയൊക്കെ അങ്ങനെ കേട്ടോ. അതിൽ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇതാ കാണുന്നു അടുത്ത് വേറെ അമ്പലം.
അതിൻ്റെ അടുത്ത് തന്നെയാണ് വലിയ ക്ഷേത്രം കേട്ടോ. മാർക്കറ്റ് കണ്ടിട്ട് വെജിറ്റബിൾ മാർക്കറ്റ് കണ്ടോ. ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഒരു 5-6 ക്ഷേത്രങ്ങൾ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ, പട്ട് സാരി, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റങ്ങൾ.